ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ജഡ്ജസ് ചോയ്സിനുള്ള സമയമാണ്. പാടാനെത്തുന്നത് അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് ഒരാളാണ് വരുന്നത്. അമൃതക്കുട്ടി, ലെറ്റ്സ് വെൽക്കം അമൃത. അതെ, ഓൺ സ്റ്റേജ്. ഹായ്. നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഒരു തിലകക്കുറി. അതെ, ഹായ് അമൃതക്കുട്ടി. നമ്മുടെ കരിമത്തിന്റെ പൊന്നോമന പുത്രി. സുഖാണോ? ആ. ഇഷ്ടമാണോ ജഡ്ജസ് ചോയ്സ്? യെസ്. എക്സൈറ്റഡ് ആണോ? അതെ. പ്രോഗ്രസ് കാർഡ് കാണാനായിട്ട്? ആ. ഓക്കെ, നമുക്ക് ഉണ്ണി അങ്കിളിനെ വിളിക്കാം അല്ലേ? വിളിക്കാം. ഓക്കെ, ഉണ്ണി അങ്കിൾ. അമൃതക്കുട്ടി, എന്തോ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഒരു നെക്സ്റ്റ് സ്റ്റേജിൽ എത്തിയില്ലേ? ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര എന്തൊക്കെയാണ് പ്ലാൻ? പ്ലാനിങ് ഒക്കെ എന്താ? നന്നായിട്ട് പാട്ട് പഠിക്കണം, ആ. കൂടുതൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, ഉം. നന്നായിട്ട് പാടണം. അതൊക്കെ തന്നെ. ഇതുവരെ എത്ര ഹൺഡ്രഡ്സ് കിട്ടിപ്പോ? Three. വേണ്ട, 3 ഹൺഡ്രഡ്സ് അല്ലേ? പ്രോഗ്രസ് കാർഡ് കണ്ടോ? ഇല്ല, നമുക്ക് കാണാം പ്രോഗ്രസ് കാർഡ്. 300 തന്നെയാണോ നമുക്ക് ചെക്ക് ചെയ്യണ്ടേ? ബാക്കി കാര്യങ്ങളൊക്കെ അറിയണ്ടേ? ഒന്ന് കാണാം. ഓക്കെ, യെസ്. ഓക്കെ, കറക്റ്റ് ആയിരുന്നു. കറക്റ്റാ പറഞ്ഞത്. 35 സോങ്സ് പാടി. ആ, സ്റ്റാർസ് ഒന്നും കാണുന്നില്ലല്ലോ അമൃതക്കുട്ടി. സ്റ്റാർസ് നമുക്ക് വരുത്തേണ്ടതുണ്ട്. പഠിക്കണ്ടേ നമുക്ക് കുറച്ച്? അതെ, അമൃതക്കുട്ടി ഇപ്പൊ തന്നെ 35 പാട്ട് പാടി. അതില് 3 മധുരമഴ പെയ്ച്ച ആളാണ്. Yes. ഇനി അതിന്റെ കൂടെ നമുക്ക് സ്റ്റാർ ആഡ് ചെയ്യണം. ഓക്കെ, ഓക്കെ. യെസ്. നമുക്ക് ഫസ്റ്റ് തന്നെ 5 സ്റ്റാർ ആഡ് ചെയ്യാം. അതെ. ഡൺ. Done. അപ്പൊ ഇനി നമുക്ക് ജഡ്ജസ് ചോയ്സിലേക്ക് കിടക്കാം. പാട്ടെല്ലാം പ്രിപ്പയർഡ് അല്ലേ? ആ. ഏത് കിട്ടിയാലും പാടും. ആ. ഓക്കെ, റെഡി. ഒരാളെ ചൂസ് ചെയ്യുക. ഇവിടെ 4 പേരുടെ ഫോട്ടോ കാണിക്കേ. ഇതിൽ ഒരാളെ ചൂസ് ചെയ്യുക, എന്നിട്ട് എന്തുകൊണ്ടാണ് അവരെ ചൂസ് ചെയ്തതെന്ന് പറയാ. മധു അങ്കിൾ. ഓക്കെ. കാര്യം മധു അങ്കിൾ ഇപ്പൊ കൊറേ നാളായല്ലോ വന്നിട്ട്, അപ്പൊ ഞാൻ മിസ് ചെയ്യണ്ട്. അതുപോലെ തന്നെ മധു അങ്കിളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മധു അങ്കിള് കുറെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടല്ലോ, ആ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ ഞാൻ എടുത്ത് വെച്ച് കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ്. Yes. ഓക്കെ, മധുങ്ങൾ അത് എന്താ ശരി. തരുന്നത് Yes. നോക്കാം. ഏത് പാട്ടാന്ന് നോക്കാം. ഓ ഓ ഓ ഓ, മധുങ്ങൾ തുള്ളിച്ചാടുക. മീനുട്ടിയുടെ കഞ്ഞിയിൽ പാറ്റയിടലോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഇവർക്ക് ജഡ്ജസ് ചോയ്സ് കൊടുക്കുന്നതിന്? അന്ന് വെച്ച എന്നാ അതായത് ആങ്കറിങ് ചെയ്യാൻ പോണ്. ആണ്, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. ആങ്കറിങ് അമൃതക്കുട്ടി ചെയ്യണോ? ചെയ്യണം. ആ, മീനുട്ടി എങ്ങനെയാണ് ആങ്കർ ചെയ്യുന്നത് കാണിക്കണം. കാണിക്കണം. ആ, ശരി, ഓക്കെ. മീനുട്ടിനെ അങ്ങനെ മാറ്റിയിട്ട് വേറൊരാള് വരാനുള്ള ആ, ഞാൻ ഉണ്ണിയങ്കളുടെ കൂടെ വന്നിരിക്കോ, ഇരുന്നോളാ. മീനുട്ടി ചേച്ചി ആങ്കർ ചെയ്യുന്നത്. ആ, അമൃതക്കുട്ടി ചെയ്തത് ആങ്കർ ചെയ്തോ? കാണിക്കണം. എന്താ പറയണ്ടേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് ഇൻട്രോയോ? അമൃതക്കുട്ടിക്ക് പറയാം. ഇഷ്ടമുള്ള ചെയ്യാം. യുവർ ഇമാജിനേഷൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഉം. അപ്പോ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് തന്നെ അമൃതക്കുട്ടിയാണ് പാടാൻ വേണ്ടി ക്ഷണിക്കുന്നത്. ഇത് So let's തിരുവനന്തപുരം ഭാഷ. വെൽക്കം അമൃതക്കുട്ടി ഓൺ സ്റ്റേജ്. ഓക്കെ, അപ്പൊ അമൃതക്കുട്ടി വന്നു. ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. പിന്നെ നമ്മുടെ ജഡ്ജസ്, പിന്നെ നമ്മുടെ നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരായ MJ അങ്കിളിനെ വെൽക്കം ചെയ്യാം. വെൽക്കം MJ അങ്കിൾ. ഹായ്. ഉണ്ണിമേനോൻ സാർ, വെൽക്കം, ആര്യ ചേച്ചി, വെൽക്കം, പിന്നെ നമ്മുടെ ടോപ്പ് ബാൻഡിനെയും കൂടെ വെൽക്കം ചെയ്യാം. വെൽക്കം ടോപ്പ് ബാൻഡ്. വെൽക്കം. ഓ, എന്നെ സന്തോഷം. ആ, ഓക്കെ അല്ലേ? സൂപ്പർ ആയിരുന്നു, സൂപ്പർ. അടിപൊളി. അപ്പൊ ആരെ മധുങ്കളാണ് പണി തന്നത്? ഓക്കെ, ഇനി നമുക്ക് ശരിക്കുള്ള ആളെ ചൂസ് ചെയ്യാം. ഓക്കെ, ആ, ഇനി ഒരാളെ പറഞ്ഞോ. MJ അങ്കിൾ. MJ അങ്കിൾ. ഓക്കെ, പണി തരൂല്ലെന്ന് ഉറപ്പാണോ? ഓക്കെ, മധുരഗാനം. ഓക്കെ, സ്വീറ്റ് സോങ്. അതെ. മധുരഗാനം ഇഷ്ടമാണോ? ആ. മെലഡീസ് ഒക്കെ ഇഷ്ടമാണ് അവിടുത്തെ കുട്ടിക്ക്? കേൾക്കാറുണ്ട്. ആ. ഇന്ന് പാടാൻ റെഡിയാണോ? ആ. ഏത് പാട്ടാ? കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ. ഓക്കെ, കേൾക്കാം അല്ലേ ഉണ്ണിയങ്കിൾ? പാട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ അമൃതക്കുട്ടി ഇതാ പാടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോ അതിന് മുന്നേ പ്രേക്ഷകരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമൃതക്കുട്ടി പാടുന്ന സമയത്ത് സ്ക്രീനിന്റെ താഴെ നമുക്കൊരു QR കോഡ് ഉണ്ടാവും. അത് സ്കാൻ ചെയ്തിട്ട് എല്ലാ പ്രേക്ഷകരും നമ്മുടെ അമൃതക്കുട്ടിക്ക് വോട്ട് ചെയ്യണം കേട്ടോ. കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ കരളിൻ ദാഹം തീരുമോ? മധുര യൗവന രാഗമേളകൾ മിഴിയിൽ മാത്രമൊതുങ്ങുമോ? കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ
അമൃതകുട്ടി, എന്തോ ഈ സമയത്ത് ഞാനിങ്ങനെ ജാനകിയമ്മയെ കുറിച്ച് ഇങ്ങനെ ഓർക്കായിരുന്നു. ഈ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും ജാനകിയമ്മയുടെ ശബ്ദം ഒരു പാട്ടിലല്ല, 1000 പാട്ടുകളിൽ ഇങ്ങനെ നമ്മുടെ കാതുകളിലേക്കും ഹൃദയങ്ങളിലേക്കും നമ്മുടെ ആത്മാവുകളിലേക്കും നിറയുന്നുണ്ട്. ജാനകി അമ്മ എന്ന് പറയുന്ന അമ്മയായിരുന്നു. അമ്മയുടെ കണ്ണുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആ സ്നേഹം. ഒരു വലിയൊരു വനിതയായിരുന്നു. എത്രയോ ആളുകൾക്ക് നിരന്തരമായ സ്നേഹം കൊടുത്ത ഒരാൾ, സംഗീതം കൊടുത്ത ആളാണ്. ഇതിലൊക്കെ ഉപരിയായിട്ട് ലോകത്തിലെല്ലാവരും സ്നേഹിക്കപ്പെടേണ്ടതാണെന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ജാനകിയമ്മ. പാട്ടുകൾ എടുക്കുകയാണെങ്കിൽ എത്ര പാട്ടുകളാണ് മീനുട്ടി. നാഥ നീ വരും കാലൊച്ച എന്നുള്ള അതിൻ്റെ ആ സംഗീതത്തിൻ്റെ ഒലികൾ ഇങ്ങനെ നമ്മുടെ കാതുകളിൽ വരുന്നുണ്ട്. തുമ്പീവ തുമ്പക്കുടത്തിൽ എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. താനേ തിരിഞ്ഞും മറിഞ്ഞും എന്നുള്ള പാട്ട് കേൾക്കാം. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി സൂര്യകാന്തി എത്ര പൊന്നൊരുക്കും പൂക്കാലം. നമ്മുടെ പാട്ടിന്റെ പല പൂക്കാലങ്ങളിലൂടെയും കൊണ്ടുപോയ നമ്മുടെ എത്രയോ വർഷങ്ങൾക്ക് അർത്ഥം സംഗീതത്തിലൂടെ ആലാപനത്തിലൂടെ തന്ന ജാനകിയമ്മയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ വലിയൊരു നമസ്കാരം. ഉണ്ണിച്ചേട്ടാ, ജാനകിയമ്മ എങ്ങനെ ഓർക്കുന്നുണ്ട്? ആദ്യം തന്നെ ജാനകിയമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു, പ്രണാമം. ഒരുപാട് ഗാനങ്ങൾ ജാനകിയമ്മയുടെ കൂടെ പാടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു, അതും ലൈവായിട്ട് പാടാനുള്ള. വളരെ കൺസിഡറേറ്റ് ആയിരുന്നു, വളരെ കമ്പാഷനേറ്റ് ആയിരുന്നു. ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ജാനകിയമ്മയുടെ പാട്ടുകൾ കേൾക്കുന്നുണ്ട്. എനിക്ക് ആദ്യം ഞാൻ കേട്ടത് എനിക്ക് ഓർമ്മ ഭാർഗവി നിലയത്തിലെ പൊട്ടിത്താറ് നാൻ പൊട്ടാത്ത. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റെക്കോർഡിങ്സിന് പാടുന്ന സമയത്ത് എൻ്റെ കൂടെ പാടുന്ന സമയത്ത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല, ഇത്രയും വലിയൊരു ലെജൻഡറി സിംഗറുടെ കൂടെ ഞാൻ പാടുന്നു എന്ന്. പക്ഷേ വളരെ ഒരു സ്നേഹത്തോടു കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്ത് പാടിക്കുന്ന ഒരു വലിയൊരു ഹ്യൂമൻ, ഒരു വൺ ഓഫ് ദി ഫൈനസ്റ്റ് ഹ്യൂമൻ ബീങ്സ് ഓൾസോ. അതെ, തീർച്ചയായിട്ടും. യെസ്, ജാനകിയമ്മയുടെ വിയോഗം ശരിക്കും ഒരു തീരാ നഷ്ടമായിരിക്കും. ഇനി അതുമാതിരി ഒരു സിംഗർ ഉണ്ടാവില്ല എന്ന് പറയും. അത്രയും ഒരു വിൽ മിസ് ഹെർ ലൈക്ക് എനിത്തിങ്. എല്ലാ ജനറേഷനെയും ഒരുപോലെ സ്വാധീനിച്ച, എല്ലാവരെയും പാട്ട് പാടാൻ പഠിപ്പിച്ച, ഇപ്പോഴും ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജാനകി അമ്മയ്ക്ക് പ്രണാമം. ഒത്തിരി പാട്ടുകൾ എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് മലയാളത്തില്, തമിഴില്, പല ഭാഷകളിൽ ഇങ്ങനെ കേട്ട് എല്ലാ ജനറേഷനും, ഉണ്ണി സാറിന്റെ ജനറേഷൻ ആയാലും എന്റെ ജനറേഷൻ ആയാലും ഈ ആഴ്ച കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു. അതെ, ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ബാബുക്കയുടെ പാട്ട്. യെസ്, അത് നമ്മൾ പറയുകയും ചെയ്തു. ഇവൻ അമൃത വാസ് സിംഗിങ് അല്ലേ? അതെ, യെസ്. അമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. ജാനകിയമ്മയെ പറ്റി ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ നെഞ്ചൊന്ന് കലങ്ങിയ പോലെയുണ്ട് അമൃതകുട്ടി. അപ്പോൾ ഈ പാട്ടെന്നത് ഒരു ഗ്രേറ്റ് സോങ് ആണ്. ദക്ഷിണാമൂർത്തി സ്വാമികളുടെയാണ്. അദ്ദേഹത്തിന് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാട്ടാണെന്ന് ഇപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറയുകയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മെലോഡിയസ് ആയിരുന്നു. അത് മാത്രമല്ല, ജാനകിയമ്മയ്ക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു ഉത്തമമായിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് കൂടെയാണ്. അമൃതകുട്ടിയുടെ വോയിസ് ഇന്ന് വളരെയധികം നന്നായിരുന്നു. അതുമായിട്ട് ആ പാട്ടുമായിട്ട് ഒത്തിരി ലയിച്ചു. അതിൻ്റെ മെലോഡിയസ് ഭാവങ്ങളിൽ പുതുമയുടെ സ്പർശവുമുണ്ട് അമൃതകുട്ടി പാടിയതിൽ. അത് മാത്രമല്ല, അതിൻ്റെ ക്ലാസിക് സ്പർശമുണ്ട്. ഇപ്പോൾ കണ്ണിൽ എന്ന് ആദ്യം പാടിത്തുടങ്ങിയില്ലേ, അത് ആ നീയിൽ വന്ന് അവസാനിക്കുന്ന ആ ഒരു ടച്ചുണ്ട്, ഒരു ഫ്ലാഷാണ്. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. കണ്ണിൽ നിന്ന് പാടാമോ? ആ നീ വരുന്നത് സ്വരമല്ല, അതൊരു എക്സ്പ്രഷനാണ്. അത് വെരി നൈസ്. നോക്കിയിരുന്നാൽ ഓരോ ലാൻഡിങ് ഉണ്ടല്ലോ, അത് ഒന്നുകൂടെ അമൃത ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. സുപ്രഭാതം. ഓരോ ലാൻഡിങ്ങും കറക്റ്റ് ആയാൽ മാത്രമേ, അതിന് സസ്റ്റെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്
അത് അമച്വറിഷ് അല്ലാത്തൊരു ഫീലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നോക്കിയിരുന്നാൽ കരളിൻ ദാഹം തീരുമോ, ഞാൻ ഇപ്പൊ പറയുന്നില്ലേ. അപ്പൊ ആ സസ്റ്റെയിൻ വേണം. അപ്പൊ അങ്ങനെ ഒന്ന് പാടിക്കേ. കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ അവിടെ ആ എൻഡ് അത്രയും ആ സസ്റ്റെയിൻ കൃത്യമായിട്ട് ആ നോട്ടിൽ കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. Yes. അതാണ്. പിന്നെ ഉഗ്രനായിരുന്നത് അധരം നീട്ടാൻ അവനില്ലെങ്കിൽ. ആ നാണം പാതിയിൽ നിർത്തിയ പുഞ്ചിരി നന്നായിരുന്നു. മൗനം തുടങ്ങിയപ്പോഴത്തേക്കും ആ നോട്ട് കറക്റ്റായിട്ട് വന്നില്ല. ഒന്ന് പാടാമോ? സിമ്പിളാണ്, പക്ഷെ അവിടെ ആദ്യം പാടിയപ്പോഴത്തേക്കും ശ്രുതി ചേർന്നില്ല. സ്ലിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ സ്ലിപ്പ് ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓർക്കാം. അമൃതക്കുട്ടി, എന്തോ എനിക്ക് ഇന്ന് ഹോണസ്റ്റ്ലി തോന്നിയതൊരു കാര്യം, അമൃതക്കുട്ടി ഇന്ന് കുറച്ച് വീക്കാണ് പാടിയത്. ആണോ ശരിക്കും? അല്ല, പക്ഷെ വീക്കായി തോന്നി. പല സ്ഥലത്തും ബ്രെത്ത് ശരിക്ക് ചെന്ന് കിട്ടാത്തതുകൊണ്ട് ആ ലാൻഡിങ് നോട്ട്സ് ഒക്കെ കുറച്ചൊന്ന് വീക്കായി. പിന്നെ ഹൈ നോട്ട്സ് പാടിയാലും അത്ര ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം മോളെ. ഇനിയിപ്പോൾ സ്റ്റിഫ് ആവല്ലേ കോമ്പറ്റീഷൻ, വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല സ്റ്റാമിന ഉണ്ടാക്കിയിരിക്കണം. ഓക്കെ. അമൃതക്കുട്ടി, എന്തോ യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ് കേട്ടോ. താങ്ക് യു. എങ്ങനെ ഏത് പാട്ടെടുത്താലും അമൃതക്കുട്ടി പാടിക്കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഫ്ലേവർ വരും. യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ്. മിടുക്കിയായിട്ട് പാടി. എനിക്ക് ഇന്ന് തോന്നിയത് ബ്രെത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. പാട്ട് ഇങ്ങനെ എഴുതി വെക്കാറുണ്ടോ? എങ്ങനെയാ പഠിക്കുന്ന പാട്ട്? എഴുതിയിട്ട് പഠിക്കും. എഴുതി പഠിക്കും. അപ്പൊ ഇങ്ങനെ ബി 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 എഴുതാറുണ്ടോ? അത് എഴുതാറില്ല. അത് ഇനി മുതൽ എഴുതി വെക്കണം. കാരണം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബ്രെത്ത് കപ്പാസിറ്റി, ബ്രെത്ത് എടുക്കണം എന്ന് അവിടെ തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബ്രെത്ത് എടുക്കാൻ തുടങ്ങും. അത് ഓർത്ത് വെക്കണം കേട്ടോ. ചെയ്യില്ലേ ഇനി അത്? യെസ്. പിന്നെ വേറൊരു കാര്യം കൂടെ ആഡ് ചെയ്യാം. ഇതിന്റെ ഒരു രാഗത്തിനെ പറ്റി അധികം ആരും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ കണ്ടുപിടിച്ച ഒരു കാര്യമുണ്ട്. അതായത് നമ്മള് സഗപദനി എന്നുള്ള എടുക്കുകയാണെങ്കിൽ അത് വലച്ചി എന്ന് പറഞ്ഞ രാഗമാണ്. ഇപ്പൊ സഗപദനിത പഗസനിത പദനിസ, അത് വലച്ചി എന്ന് പറഞ്ഞ രാഗമാണ്. ഇതിൽ രീ ചേർത്ത് കഴിഞ്ഞാൽ സരിഗ പദനിത പഗരി സനിത പദനി സരി നിസ. അപ്പൊ അത് ജനസമ്മോദിനി എന്ന് പറഞ്ഞൊരു രാഗമാണ്. ആ രാഗം ബേസ് ചെയ്തിട്ടാണ് ദക്ഷിണാമൂർത്തി സ്വാമികൾ ഈ പാട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിൽ എപ്പോഴും വെച്ചോളൂ. ആ രാഗത്തിന്റെ പേരെന്താ? ജനസംബോധിനി. സമ്മോദിനി. സമ്മോദിനി അല്ല, സാമൂതിരി അല്ല, സമ്മോദിനി. സോ സുപ്രഭാതം going to be awarded 96.75 out of 100 today. Thank you. Yes. All the best, Amritakuta. Thank you. Bye bye. Bye. Good night. Bye. Good night.